ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു UPS ആണ്. നമ്മുടെ PC-ക്കും ലാപ്ടോപ്പിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എന്താ പറയുക, ഒരു UPS എന്ന് തന്നെ പറയാം. നമ്മുടെ APCയുടെ, അതായത് ഷൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ APC എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എന്താ പറയുക, നമ്മുടെ പേര് കിട്ടുന്നില്ലേ, UPS അത് കയ്യിൽ നിന്ന് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ അതിന്റെ ബോക്സ് വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പണ്ട് ഇതിന്റെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ഡിവൈസ് ആണ്. ഇത് നമുക്ക് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് നമുക്ക് BX600CI എന്ന് പറഞ്ഞ മോഡലാണ്. 2023 മോഡലാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇറക്കിക്കുന്നത് ഹോം പർപ്പസിന് വേണ്ടിയാണ്. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. എന്താ വെച്ചാൽ ഞാൻ എന്തായാലും ഞാൻ പണ്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഫസ്റ്റ് UPS എന്ന് പറയുന്നത് V-Guardന്റെ ആയിരുന്നു. അത് നല്ല ലോക്കൽ സാധനമായിരുന്നു. ഒരു 6 മാസം തന്നെ നിന്നില്ല സംഭവം. അപ്പൊ അതിന് ശേഷം നമ്മൾ എന്താ പറയാ, ന്യൂമറിക് പറഞ്ഞ ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് റീസെന്റ് എനിക്ക് കേടായി. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ APC ബ്രാൻഡിന്റെ UPS വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം ഈ റേഞ്ചിൽ. നമുക്ക് ഇത് വാങ്ങാൻ കിട്ടിയത് 2,800 റേഞ്ചിൽ ആമസോണിൽ പ്രൈസിന് കിട്ടി. അത് നമുക്കൊരു ഡീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫറിലായിട്ട് കിട്ടിയതായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് നോർമൽ റേറ്റ് ഇതിന്റെ 3,200 3,300 ആ റേഞ്ചൊക്കെയാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ കമ്പ്യൂട്ടർ, നമ്മുടെ അത്യാവശ്യം നല്ല ഗെയിമിംഗ് കമ്പ്യൂട്ടർ, അത്യാവശ്യം നല്ല പ്രൈസുള്ള സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ നല്ല പ്രൊട്ടക്ഷനും തരും, നല്ല ബാക്കപ്പും തരും. അപ്പൊ ഇങ്ങനത്തെ ലോക്കൽ V-Guard ഒക്കെ തല്ലിപ്പൊളിയുടെ പണ്ടത്തെ V-Guard നല്ല പോലത്തെ ലോക്കൽ സാധനം എന്ന് പറഞ്ഞാൽ ഇത് വേറെ ബ്രാൻഡിനെ കുറ്റപ്പെടുത്തലൊന്നല്ല, നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു V-Guard. അതേപോലെ തന്നെ നമ്മുടെ PC-യുടെ സ്റ്റെബിലൈസർ V-Guard ആയിരുന്നു. 8 മാസമുള്ള സാധനം അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ലോക്കൽ സാധനം വാങ്ങിച്ചേക്ക്. ഇതൊരു കുഴപ്പമില്ല, 2-3 കൊല്ലായി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ V-Guardന്റെ സ്ഥിതി. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ എടുത്ത് പറയുന്നത്. അല്ലാണ്ട് ഒരു ബ്രാൻഡിനെ തരം തരത്തിൽ പറയുന്ന സംഭവങ്ങൾ, ഡീ പ്രൊമോഷണൽ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റേഞ്ചിൽ ഈ സംഭവം APC വാങ്ങിക്കാൻ മതി. വെച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇതിൽ ഇക്കോ മോഡ് എന്നൊരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ലോ പവർ മോഡ്, അതായത് 30 വാട്ടിന്റെ താഴെ വരുന്ന സംഭവം, അതായത് ഇപ്പോൾ മോഡം അങ്ങനത്തെ സംഭവമൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ആ ലോ പവർ മോഡിലിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നോർമൽ UPS ആകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു മിനിമം ലിമിറ്റ് പവർ ലോഡ് വരണം, നല്ല സംഭവം വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഇതിനങ്ങനെ ഒരു ലോ പവർ സേവിംഗ് മോഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നിങ്ങൾക്ക് അറിയാം, ഷൈഡർ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബ്രാൻഡാണ്. അത് ഇന്ത്യയിൽ നമുക്ക് ഇവർക്ക് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്തായാലും ആമസോണിൽ പറയും. എനിക്ക് ആക്ച്വലി 2 ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടിയിട്ടാണ് അപ്പോൾ ആമസോണിൽ നമുക്ക് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ബോക്സാണ് നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങി. എന്നിട്ട് നമ്മളിത് അൺബോക്സിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എത്ര വിശ്വസിച്ച് പറയണല്ലോ. നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് സാധനം അവിടെ ഇരിക്കുന്നു. എന്തോ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 5-8 മണിക്കൂറായി. അതിന് ശേഷം നമ്മളിത് പറയുന്നത് യൂസ് ചെയ്യാണ്ട് ചുമ്മാ അൺബോക്സ് ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് 3 സർച്ച് പ്രൊട്ടക്ഷൻ പ്ലഗ് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇൻവെർട്ടർ കമ്പാറ്റബിലിറ്റി ഉണ്ട്, ഇലക്ട്രോണിക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, കോൾഡ് സ്റ്റാർട്ട് കപ്പാബിലിറ്റി വരുന്നുണ്ട്, ബാറ്ററി സേവർ മോഡ് വരുന്നുണ്ട്, സർജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻസ് വരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ബോക്സ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ബോക്സിൽ നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽസ് 4 സംതിങ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കാണാനില്ല നമ്മുടെ സ്റ്റിക്കർ, എന്തോ അതിന്റെ മുകളിൽ കൂടെ അവരൊരു സ്റ്റിക്കർ കൊടുത്തിരിക്കുക. അത് കാരണം കാണാനില്ല. 4,475 രൂപയാണ് അതിൽ MRP വർത്തിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2,800 ആ റേഞ്ചിലൊക്കെ പ്രൈസ് കിട്ടിയതിട്ടാ. അപ്പോൾ ആ പ്രൈസിന് കിട്ടണമെങ്കിൽ കിട്ടിയിട്ട് സാധനം തന്നെയാണ്. 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ബില്ലും ഡീറ്റെയിൽസും നമുക്ക് ഇതിലവരുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ സംഭവം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്കല്ല, നമുക്കതിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ APCയുടെ UPSന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ബോക്സ് നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് എൻട്രി ലെവൽ മോഡലാണ്. BX600C എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്കിത് ഹോമും ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാം. ഒരു 30 മിനിറ്റ് ബാക്കപ്പുമായ കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ ഇതിൻ്റെ കുറച്ചുകൂടി ഹയർ മോഡൽ നോക്കിയാൽ മതി. നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്താണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ UPS കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ V-Guard അങ്ങനത്തെ ലോക്കൽ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ വാങ്ങിക്കാൻ നോക്കട്ടെ. എന്ന് വെച്ചാൽ V-Guard സംഭവങ്ങളൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്ന ന്യൂമറിക്കിൻ്റെ ഒരു ബ്രാൻഡായിരുന്നു. ശരിക്കും അതൊരു 1.5 കൊല്ലമായി ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇപ്പോൾ ഇത് APCയുടെ നമ്മുടെ ഷൈഡർ ഇലക്ട്രോണിക് 2 കൊല്ലം വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ ക്വൈറ്റ് ലെസ് ബീപ്പിംഗ് സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്, ഇൻക്ലൂസീവ് ബാറ്ററി. 4 to 6 hour ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 600 Wയുടെ 360 വാട്ട് പീക്ക് ബാറ്ററി ആണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി സേവർ മോഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നതിൽ. ബോക്സ് നമുക്ക് ഫുള്ളി എടുത്ത് കാണിക്കാൻ ഭയങ്കര സംഭവമാണെന്ന് വെച്ചാൽ കുറച്ച് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ
ഇതിൽ നമുക്ക് ബാക്കിൽ സൈഡിലായിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട് പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതിന് പ്രൈസ് ഒരു MRP കൊടുത്തേക്കുന്നത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിക്കർ ഒട്ട് ചെയ്യുക 4000 ആ റേഞ്ചാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് 5.2 kg വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് വരുന്നുണ്ട്. വെയിറ്റ് അത്യാവശ്യം നല്ലോണമുണ്ട്. പിന്നെ നമുക്കത് ബാക്കി ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നോർമലി നമുക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കവറിലെ ഈ രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മെയിൻ യൂണിറ്റും UPS യൂണിറ്റും പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കും അതുപോലെ തന്നെ ഗ്യാരണ്ടി ബുക്കും അതുപോലെ തന്നെ യൂസർ മാനുവലും ആ സംഭവങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. ഇത് നമുക്കൊരു ബുക്ക്ലെറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇത് നമുക്ക് സേഫ്റ്റി ഇൻഫർമേഷൻ സേവ് ദിസ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാക്ക് UPS ലിമിറ്റഡ് വാറണ്ടിയുടെ ഒരു പേപ്പർ ഉണ്ട്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ ബാക്കപ്പ് 3 ബുക്ക്ലെറ്റ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനീഷ്യലി നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതെല്ലാം അങ്ങനെ ചാർജ് ചെയ്യായിരിക്കും നല്ലത്. നമ്മുടെ എന്താ പറയുക ബാറ്ററിക്ക് നല്ലതാണ്. അതങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഒരു ചെറിയ നമ്മുടെ CPU പോലത്തെ ഒരു മോഡ് ഡിസൈനാണ് ഇവരുടെ. അതുപോലെ തന്നെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ APCയുടെ ക്വാളിറ്റിയും അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നമുക്കിതിൻ്റെ ചില മോഡൽസിൽ നമുക്കിതിൽ ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക നമ്മുടെ നെറ്റ് കണക്ട് ചെയ്യാനുള്ള LAN കണക്ട് ചെയ്യാനുള്ള പോർട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടു 3 പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് LAN പോർട്ട് കണക്ഷൻ ആ സംഭവം ഇല്ല കേട്ടോ. അതൊരു ക്ലോസ് ചെയ്ത് കണ്ടു. അപ്പോൾ ഈ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വാറണ്ടി പോയെന്നൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തായാലും ഞാൻ ഈ പ്ലാസ്റ്റിക് ഫുള്ളൊന്ന് കളയട്ടെ കേട്ടോ. ഇതിനുള്ളിൽ നമുക്കൊരു എനിക്ക് തോന്നുന്ന ചെക്കിങ്ങിൻ്റെ ഒരു പേപ്പറാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു പേപ്പറും കൂടി ഉണ്ട് ഇതിൽ. ഇതെന്താ സംഭവം? അത് നമ്മുടെ അതിൻ്റെ വോൾട്ടേജ് ചെക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ഓക്കെയാണ്. ക്വാളിറ്റി അഷുറൻസ് ടെസ്റ്റ് പാസ് ചെയ്തതിൻ്റെ ഒരു ചെറിയതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് നമുക്ക് അതിൽ തന്നെ ഇടാം. ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഫ്രഷ് സംഭവം തന്നെയാണ്. കോറിലും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. നല്ല ക്വാളിറ്റി പാക്കേജിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഡാമേജും കാര്യമൊന്നുമില്ല. ചെറിയൊരു കോറിലുണ്ട് സൈഡിൽ. എന്നാലും ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. നമുക്ക് ഫ്രണ്ട് ഭാഗത്തുമായി ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റിക്കറൊക്കെ പൊട്ടിക്കാം. ഒരു കോട്ടിങ് വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ കിട്ടണമില്ലല്ലോ. നല്ല പൊട്ടിയിൽ പൊട്ടിച്ചിരിക്കുന്നത്. ഇവിടെ APCയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ബൈ ഷൈഡ് ഇലക്ട്രിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഓൾവേസ് കീപ് UPS ഇൻപുട്ട് കണക്റ്റഡ് ടു ദ AC മെയിൻ. ടേൺ ഓഫ് UPS വെൻ നോട്ട് ഇൻ യൂസ്. അതായത് നമ്മുടെ ഇത് പ്ലഗ് ചെയ്യുന്നവരും കണക്ട് ചെയ്തൊക്കെ വെച്ചേക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ കസ്റ്റമർ കെയർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രിൻറ്റിങ് ഒക്കെ കുറച്ച് ചെറുതായിട്ട് ലോക്കൽ പോലെയൊക്കെ ഉണ്ട്. ഒറിജിനൽ പാക്കേജിങ് തന്നെയാണ്. അത് ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഒരു ക്വാളിറ്റി കുറവ് തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ മുമ്പും നമ്മുടെ ഷെഡറിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ഷെഡല്ല APCയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഹയർ മോഡലായിരുന്നു. ഞാൻ അതിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല കേട്ടോ. ഇതുമ്മ പക്ഷെ നമുക്കൊരു കോട്ടിങ് ഉണ്ട് കേട്ടോ. ഒരു പേപ്പർ ഉണ്ട്. പക്ഷെ കിട്ടണില്ല എടുക്കാൻ. ഭയങ്കര ഒരു പേപ്പർ ഉണ്ട്. ഒരു സ്ക്രീൻ കാർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് കിട്ടണില്ല. പക്ഷേ ഭയങ്കര ഹാർഡായിട്ട് പൊട്ടിച്ചിരിക്കുന്നത്. അത് കണ്ടു. അതാണ് ഒരു സ്ക്രീൻ കാർഡ് പോലത്തെ സംഭവം. നമുക്കത് വേണ്ട. ഇതാണ് സംഭവം. ബാറ്ററി സേവർ മോഡ്, പവർ ഓൺ ഓഫ് ബട്ടൺ, ബാറ്ററി സേവർ, എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ കൂടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ. ഗ്രീൻ ആണെങ്കിൽ ബാറ്ററി ചാർജ്, റെഡ് ആണെങ്കിൽ റീപ്ലേസ് ബാറ്ററി, ഓഫ് ആണെങ്കിൽ ഫുള്ളി ചാർജ്. അത്രേ ഉള്ളൂ കേട്ടോ. ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ഫുള്ളി ചാർജ്. അപ്പോൾ നമുക്കിതും ഊരാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ പവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ അല്ല ഗ്രീൻ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. എന്ന് വെച്ചാൽ അത് ഓൾറെഡി ചാർജിങ് മോഡിലാണ്. അപ്പോൾ നമുക്കിത് ചാർജിങ്ങിന് കുറച്ച് നേരം വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കിത് പവർ സേവിങ് മോഡാണ് അതിട്ട്. നമുക്ക് ലോ പവർ എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ മോഡം അങ്ങനത്തെ സംഭവമൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സംഭവം കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ നോർമലി പവർ അമർത്തിയാൽ മതി. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് കണ്ടു. ഇതിപ്പോൾ ഓൺ ആയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണുന്നതാണ്. കണ്ടു. ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അപ്പോൾ ചാർജിങ് മോഡിലേക്ക് നോർമൽ പോകും. ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കെടും. അപ്പോൾ ഇത് ഈ പവർ സേവിങ് മോഡ് അമർത്തി കഴിഞ്ഞാൽ റെഡ് ലൈറ്റാണ് കത്തുക. അപ്പോൾ നമുക്കിതിൽ പവർ ഇല്ല. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്തിട്ട് ഇനി യൂസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 3000 ആ റേഞ്ചിലൊക്കെ ഒരു UPS നോക്കുന്നുണ്ടെങ്കിൽ APCയുടെ വാങ്ങിച്ചാൽ മതി.
ബാക്കി ലോക്കൽ ബ്രാൻഡ്സുകളൊന്നും വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ സംഭവം തരുന്നില്ല. ഞാൻ അതിന് മുമ്പ് ആദ്യം വീഗാർഡ് ഉപയോഗിക്കുന്നതിനാണ്, വീഗാർഡിൻ്റെ UPS തല്ലിപ്പൊളി സാധനമായിരുന്നു കേട്ടോ. ഒരു 8 മാസം ആയപ്പോഴേക്കാണ് സാധനം ഭയങ്കര കംപ്ലൈൻ്റ് ആയി. അതിന് ശേഷം ഞാൻ ന്യൂമറിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂമറിക്ക് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി. അപ്പോൾ അത് കംപ്ലൈൻറ്റ് വന്നു തുടങ്ങിയെന്ന് വെച്ചാൽ ബാക്കപ്പ് തീരെ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഇടയ്ക്ക് കട്ട് ഓഫ് ആവുന്നില്ല, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക വില കൂടിയ ഡിവൈസുകൾ കേടാക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ ഒരു നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി വാങ്ങിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് APC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് വേറെ ഡിവൈസിനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം APCയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ APC വാങ്ങിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് APC തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.